നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജ്യത്തെ നടുക്കിയ മംഗളൂരു വിമാന ദുരന്തം നടന്നിട്ട് ഇന്നേക്ക് 16 വർഷമാകുന്നു. സുപ്രീം കോടതിയിൽ നഷ്ടപരിഹാരം സംബന്ധിച്ച കേസിന്റെ ഫൈനൽ ഹിയറിംഗ് ആഗസ്റ്റ് അവസാനം. അനുകൂല വിധിയുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ വിക്ടിംസ് ഫാമിലി അസോസിയേഷൻ. കാസർഗോഡ് പെർളയിൽ കടയിൽ അതിക്രമിച്ചു കയറി വ്യാപാരികളെ ക്രൂരമായി ആക്രമിക്കുകയും പണം പിടിച്ചുപറിക്കുകയും ചെയ്തതായി പരാതി. 3 പേർക്കെതിരെ കേസെടുത്തു. ഗതാഗത പ്രശ്നം തീരുന്നില്ല. ചെർക്കള ജാൽസൂർ അന്തർസംസ്ഥാന പാത 4 വരിയാക്കി വികസിപ്പിക്കണമെന്ന ആവശ്യം ശക്തം. തൃക്കരിപ്പൂർ പേക്കടത്ത് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഓട്ടോറിക്ഷ കുത്തിക്കീറി നശിപ്പിച്ചു. കറുവാപ്പള്ളി അറക്ക് സമീപത്തെ M രാജീവിന്റെ ഓട്ടോയ്ക്ക് നേരെയാണ് അതിക്രമമുണ്ടായത്. കാസർഗോഡ് നഗരസഭയിലെ പൊതു ഇടങ്ങളിൽ വരച്ച ശുചിത്വ സന്ദേശ ചുവർചിത്രങ്ങൾ അനാച്ഛാദനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം അനാച്ഛാദനം നിർവഹിച്ചു. മഞ്ചേശ്വരം കുഞ്ചത്തൂരിലെ ഇന്റർലോക്ക് പാകിയ ദേശീയപാത സർവീസ് റോഡിന്റെ നടപ്പാത മാലിന്യ കൂമ്പാരമായി മാറി. നടപടി വേണമെന്ന ആവശ്യം ശക്തം. രംഗശങ്കര ബംഗളൂരുവിന്റെ കന്നഡ നാടകോത്സവത്തിന് തുടക്കമായി. കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് 4 ദിവസം നീണ്ടു നിൽക്കുന്ന നാടകോത്സവം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ നടുക്കിയ മംഗളൂരു വിമാന ദുരന്തം നടന്നിട്ട് ഇന്നേക്ക് 16 വർഷമാകുന്നു. അതേസമയം വർഷങ്ങൾക്കിപ്പുറവും ന്യായമായ നഷ്ടപരിഹാരം ലഭിക്കാതെ ഉറ്റവർ കോടതി കയറിയിറങ്ങുകയാണ്. സുപ്രീം കോടതിയിൽ ഓഗസ്റ്റ് അവസാനമാണ് കേസിന്റെ ഫൈനൽ ഹിയറിംഗ് നടക്കുക. നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ പരമോന്നത കോടതിയിൽ നിന്നും അനുകൂല വിധിയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മംഗളൂരു എയർ ക്രാഷ് വിക്ടിംസ് ഫാമിലി അസോസിയേഷൻ. 2010 മെയ് 22 പുലർച്ചെ 6:20 രാജ്യത്തെ നടുക്കിയ മംഗളൂരു വിമാന ദുരന്തമുണ്ടായത്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ IX-182 ബോയിംഗ് വിമാനമായിരുന്നു അപകടത്തിൽപ്പെട്ടത്. 52 മലയാളികളും 6 എയർ ഇന്ത്യ ജീവനക്കാരും ഉൾപ്പെടെ 158 പേരാണ് ദുരന്തത്തിൽ മരിച്ചത്. പൈലറ്റിന് സംഭവിച്ച പിഴവാണ് അപകടത്തിന് കാരണമെന്നാണ് കണ്ടെത്തിയത്. അപകടത്തിൽ 8 പേർ മാത്രമാണ് പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. അതേസമയം വിമാന ദുരന്തം നടന്ന് 16 വർഷം പിന്നിടുമ്പോഴും മരിച്ചവരുടെ ആശ്രിതർക്ക് കൃത്യമായ നഷ്ടപരിഹാരം ഇനിയും ലഭിച്ചിട്ടില്ല. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾ നടത്തുന്ന നിയമ പോരാട്ടം ഇപ്പോൾ സുപ്രീം കോടതിയിൽ എത്തി നിൽക്കുകയാണ്. മാന്യമായ തുക നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്നും ഇന്റർനാഷണൽ എയർ കാരിയർ ലയബിലിറ്റി ദി മോൺട്രിയൽ കൺവെൻഷൻ 1999 പ്രകാരം നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ ആവശ്യം. ബാംഗ്ലൂർ എയർ ക്രാഷ് കഴിഞ്ഞിട്ട് ഇന്നേക്ക് 17 കൊല്ലം തുടങ്ങിയാണ്. 2022 മുതൽ നമ്മളെ കേസ് ഏറ്റെടുത്തിട്ട് ആരിഫ് അസോസിയേറ്റ് ആണ് ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. ആരിഫ് സാറും കൂട്ടായ്മ. അപ്പൊ നമ്മൾ ഇന്ന് പ്രസ് മീറ്റ് വിളിക്കാനുള്ള പ്രധാന കാരണം 2022 ശേഷം അത്രയും ശക്തമായ നിയമ പോരാട്ടത്തിൽ നല്ല പുരോഗതിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ഇതില് നമ്മളിവിടെ റിട്ട് ചെയ്തിട്ടുള്ള കുറച്ച് പേരുടെ നമ്പറൊന്നും നമ്മൾ ചെയ്തില്ല. അപ്പൊ അവർക്കെല്ലാം ഇതൊരു അറിവായിട്ട് ഇത് വാർത്തയിൽ അറിഞ്ഞാൽ അവർക്ക് അറിയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇമ്പോർട്ടൻസ്. രണ്ടാമത്തത്, ഈ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് മോൺട്രിയൽ കൺവെൻഷൻ. ടോട്ടൽ ഇന്റർനാഷണൽ ഫ്ലൈറ്റ് പാസഞ്ചർ ആർ നീഡ് ടു നോ വാട്ട് ഈസ് അവർ റൈറ്റ്, വാട്ട് ഈസ് അവർ കോമ്പൻസേഷൻ. അതാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പൊ നമ്മൾക്കൊക്കെ ഇപ്പൊ ഞങ്ങളെ ആള് മരിച്ചുപോയി, അത് തിരിച്ചു കിട്ടുന്നതല്ല. ഇനി നമുക്ക് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യണം. വളരെ റേറായി നടക്കുന്ന ഈ അപകടം നടന്നാൽ അതിൽ മിനിമം കിട്ടേണ്ടതായ കോമ്പൻസേഷൻ നമ്മൾക്ക് കിട്ടണം. അതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. ഇപ്പൊ 903 റൈറ്റം ബ്രദേഴ്സ് ഫ്ലൈറ്റ് പറത്തിൽ നിന്ന് ഇങ്ങോട്ട് ഒരുപാട് അപകടങ്ങൾ പരിശോധിച്ച് പഠിച്ച് 929 സ്റ്റാർട്ടായതാണ് ഈ കൺവെൻഷൻ. വൾസോ കൺവെൻഷൻ എന്ന് പറയും. പിന്നെ ഹാഗ് പ്രോട്ടോക്കോൾ 955 നയതന്ത്ര സമ്മേളനം വരെ ഹാഗില്, അതെല്ലാം UK ആസ്ഥാനമായിട്ട് കൂടിയിട്ടുണ്ട്. അങ്ങനെ 60 കൊല്ലം ചർച്ച ചെയ്ത് ഇതിന് അന്തിമമായ തീരുമാനമാണ് 999 മൗണ്ടിൽ വെച്ച് നടന്ന മൗണ്ടിൽ കൺവെൻഷൻ. അതില് പൈസ ഇതിനൊരു സെറ്റിൽമെന്റ് അതിന് STR തലത്തിലാണ്. ഇപ്പൊ അതിൽ ഫ്രാങ്കോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഡോളർ, യൂറോ. അപ്പൊ ഈ 60 കൊല്ലം ചർച്ച ചെയ്തിട്ട് ഇതിന് ഇങ്ങനെ വേദനാജകം, ഭയാനകം, ഇങ്ങനെ അപകടത്തിൽ മരിക്കുന്നവർക്ക് മിനിമം 1 ലക്ഷം ഫസ്റ്റ് എയർ ലാബ്, അത് ഫസ്റ്റ് എയർ STR ഫസ്റ്റ് എയർ ലാബിലിറ്റി എന്ന് പറയും. ആർട്ടിക്കിൾ 17, 21, 24 അതൊക്കെ അരിസാർ പറയും. അപ്പൊ അതുപോലും കൊടുക്കാതെ, അതായത് പരിക്കോടെ രക്ഷപ്പെട്ടവർക്കും അതിസമ്പന്നനും മരിച്ചാലോ പരിക്കോടെ രക്ഷപ്പെട്ടാലോ കൊടുക്കേണ്ടതായ നഷ്ടപരിഹാരം പോലും കൊടുക്കാതെ
നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിച്ച സാഹചര്യത്തിലാണ് നമ്മൾ കേരള ഹൈക്കോടതി കേസ് ചെയ്തത്. 2011 ജൂലൈ 20 ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി കിട്ടി. അപ്പോൾ അന്ന് സിവിൽ ഏവിയേഷൻ മിനിസ്റ്ററൊക്കെ ഇത് അംഗീകരിച്ചാണ്. ഓർത്താൽ അറിയാം, 2010 ഈ ദുരന്തം നടന്നപ്പാട് അന്നത്തെ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ പ്രഫുൽ പട്ടേൽ സാറായിരുന്നു. അദ്ദേഹമാണ് ആദ്യം 75 ലക്ഷം ഒരു വാഗ്ദാനം പറഞ്ഞത്. അതിനുശേഷം വളരെ സാറായിട്ട് പിന്നെ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ അദ്ദേഹം നമ്മളെ ഡൽഹിയിൽ വിളിപ്പിക്കുകയും 5 പേര്, 3 പേര് ഞങ്ങൾ നാട്ടിൽ നിന്ന്, 2 പേര് ദുബായിൽ നിന്ന്. എന്നിട്ട് അവിടെ നല്ല രീതിയിൽ മീറ്റിംഗ് ചെയ്തു. ഞങ്ങൾക്ക് 3 ദിവസം താമസ സൗകര്യം ഉൾപ്പെടെ തന്ന് ഞങ്ങളെ സന്തോഷിപ്പിച്ചു. മംഗലാപുരത്തേക്ക് ഇതിന്റെ സിഒനെ ഒരാഴ്ചയ്ക്ക് അയക്കെന്ന് പറഞ്ഞു. സിഒ വരികയും ചെയ്തു. പക്ഷെ വന്നിട്ടൊന്നും കാര്യമുണ്ടായില്ല. അപ്പോ യൂണിയൻ ഓഫ് ഇന്ത്യക്ക് പോലും ഇതിലൊരു വിലയില്ല എന്നുള്ളതാണ്. അത് ടാറ്റ ഇപ്പൊ 2020 എടുത്തത്. അതിനുമ്പ് യൂണിയൻ ഓഫ് ഇന്ത്യ ആണല്ലോ ഇതിന്റെ അധികം. അപ്പൊ അവർക്ക് പോലും വിലയില്ലാത്തൊരു സാഹചര്യമാണ് അവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. പിന്നെ 2021 കേസ് ജയിച്ചപ്പോൾ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം, ഏഷ്യാനെറ്റ് ഉൾപ്പെടെ വന്നാണ് ബാലാരവി സാർ ഇത് സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ അന്നേരം അയാൾ സ്വാഗതം ചെയ്തതാണ്. എന്നിട്ട് പോലും ഇത് വകവെക്കാതെ മുല്ല കമ്പനിയുടെ നാനാവെട്ടി സീനിയർ അഡ്വക്കേറ്റ് ആണ്, അവരാണ് ഇത് നെഗോസിയേഷൻ ചെയ്ത് നമ്മളെ കേസിലേക്ക് നയിച്ചത്. കേസ് ജയിച്ചിട്ട് ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു ഡിസിഷൻ രജിസ്റ്റർ നമുക്ക് അംഗീകരിക്കാൻ പറ്റതാണ്. അതുകൊണ്ടല്ലാണ് ഞങ്ങളിപ്പോ സുപ്രീം കോടതിയിൽ പോയത്. കോഴിക്കോട് നടന്ന വിമാനാപകടത്തിൽ മരിച്ചവർക്ക് കൃത്യമായ നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട്. തങ്ങൾക്ക് മാന്യമായ നഷ്ടപരിഹാരം നൽകാത്ത എയർ ഇന്ത്യയുടെ നടപടി ഇരട്ടത്താപ്പാണെന്നാണ് ഇവരുടെ ആരോപണം. 16 വർഷമായി നീതി ലഭിക്കുന്നതിനായി മരണപ്പെട്ടവരുടെ ആശ്രിതർ നടത്തിവരുന്ന നിയമ പോരാട്ടം കേവലം സാങ്കേതിക കാരണം ചൂണ്ടിക്കാട്ടി പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണെന്ന ആരോപണമാണ് ഉയരുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ നടപടി തികച്ചും അപലപനീയവും വഞ്ചനാപരവുമാണെന്നും വിക്ടിംസ് അസോസിയേഷൻ കുറ്റപ്പെടുത്തുന്നു. എയർ ഇന്ത്യയുടെ എഫിഷ്യൻസി അവർ ഉപയോഗിക്കുക, അവരുടെ ടെക്നിക്കൽ വിങ്ങിന്റെ വിഷയം, പല കാരണങ്ങൾ ഓരോ റിപ്പോർട്ടിനും അവരെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തി അവരുടെ ടീമിനെ സിവിൽ ഏവിയേഷൻ മിനിസ്ട്രി നിയമിക്കുന്നു, അവർ റിപ്പോർട്ട് വരുന്നു. അതുപോലെ തന്നെ എയർ ഇന്ത്യ ടീമിനെ പ്രഖ്യാപിക്കുന്നു, അവർ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു, അവർ റിപ്പോർട്ട് ചെയ്യുന്നു. പല കേസുകളിലും മാംഗ്ലൂരിൽ പൈലറ്റ് ഉറങ്ങിപ്പോയി എന്ന് പറയുന്നു. അതിന്റെ കാരണം അന്വേഷിച്ചു പോയ സമയത്ത് അദ്ദേഹം അതിനു മുമ്പ് 14 മണിക്കൂർ ഫ്ലൈ ചെയ്ത് UK US നിന്ന് 14 മണിക്കൂർ ഫ്ലൈ ചെയ്ത് ദുബായിലെത്തുന്നു. ദുബായിലെത്തി അദ്ദേഹം റെസ്റ്റ് എടുക്കാൻ അദ്ദേഹത്തിന് റൂം പോയത്. പെട്ടെന്ന് അദ്ദേഹത്തിന് കോൾ വരുന്നു, നോ നിങ്ങൾ പോകാൻ പറ്റില്ല, ഇപ്പൊ പെട്ടെന്ന് മാംഗ്ലൂർ കയറി ഫ്ലൈറ്റ് എടുക്കേണ്ടതുണ്ട് എന്നിട്ട് റൂമിലോട്ട് വിശ്രമിക്കാൻ പോയ ഒരു വ്യക്തി, ഒരു പൈലറ്റിന് വീണ്ടും വിളിച്ചു വരുത്തി അശാസ്ത്രീയമായി മനുഷ്യരുടെ ജീവന് ഒരു വിലയും കണക്കാക്കാതെ അദ്ദേഹത്തിന് വീണ്ടും വിളിച്ചു വരികയും അദ്ദേഹം ഇതിൽ ഉറങ്ങിപ്പോവുകയും ഈവൻ അദ്ദേഹം ഇറ്റ് വാസ് ഹിയറിംഗ് ദിസ് സ്നോറിംഗ് സൗണ്ട് ഓഫ് പൈലറ്റ് ഇൻ ദി കോക്പിറ്റ്. അദ്ദേഹം കൂർക്കം വലിക്കുന്ന സൗണ്ട് കോക്പിറ്റിൽ കേട്ടു എന്ന് ബ്ലാക്ക് ബോക്സ് പരിശോധിച്ചാൽ വ്യക്തമായതായിട്ട് അത്രത്തോളം ഒരു ഭീകരമായ അവസ്ഥയിലേക്കാണ്, അശ്രദ്ധയാണ് അവിടെ കാണിക്കുന്നത്. അപ്പൊ എയർ ഇന്ത്യയുടെ അത്ര നിരുത്തരവാദം, ജനങ്ങളുടെ ജീവനും കൊണ്ട് സർവീസ് നടത്തുന്ന ആൾക്കാർ ചെയ്യുന്ന അത്രത്തോളം നിരുത്തരവാദമായ കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഏറ്റവും അടുത്ത് നമ്മുടെ ഇന്നത്തെ സിവിൽ ഏവിയേഷന്റെ 70% മോണോപോളി ചെയ്ത ഇൻഡിഗോയിൽ ഇപ്പൊ അടുത്തൊരു 6 മാസം മുമ്പേ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തതാണ്, ഒരു വലിയ സമരം നടന്നു. പിന്നെ ആ സമരത്തിന്റെ ഭാഗം ഇത് തന്നെയായിരുന്നു. ജീവനക്കാർക്ക്, പൈലറ്റ് ഉൾപ്പെടെയുള്ള ക്രൂ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്ക് സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിയുടെ ഭാഗമായ റെഗുലേഷൻസ് വരികയും അവർക്ക് വിശ്രമം വേണമെന്ന് പറയുകയും, പക്ഷെ അവർക്ക് വിശ്രമം കൊടുക്കാതെ വേണ്ടത്ര സ്റ്റാഫ് ഇല്ലാതെ 100 സ്റ്റാഫ് വേണ്ടെടുത്ത് 60 സ്റ്റാഫിനെ കൊണ്ട് ഈ ഓപ്പറേഷൻ നടത്തിക്കുന്ന ഘട്ടത്തിൽ സമരം നടത്തിയും വലിയ ഇന്ത്യൻ വൈമാനിക രംഗം താറുമാറായ 2 ആഴ്ച ഉണ്ടായിരുന്നു, ഏകദേശം 6 മാസം മുമ്പേ. ഇപ്പൊ ഏകദേശം ഏതായാലും ഈ 3 അപകടങ്ങൾ, ഇന്ത്യയിൽ നടന്ന 3 അപകടങ്ങളും വരുത്തി വെച്ചത് എയർ ഇന്ത്യ ആണ് എന്നുള്ളത് ഇവിടെ പ്രത്യേകം നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ്. ഇനി ഇവിടെയുള്ള കോമ്പൻസേഷൻ കേസിലോട്ട് പോവാം. ആദ്യമായി നടന്ന അപകടം ഇന്ന് 16 വർഷം പൂർത്തിയാക്കുന്ന തുടങ്ങിയാണ് 16 വർഷം പൂർത്തിയാക്കുന്ന മാംഗ്ലൂർ എയർ ക്രാഷ് ആണ്. ഈ മാംഗ്ലൂർ എയർ ക്രാഷിൽ എന്ത് ടാക്ടിക്സ് ആണ് എയർ ഇന്ത്യ അഡോപ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് ആദ്യം വിശകലനം ചെയ്യേണ്ടത്. മംഗളൂരു എയർ ക്രാഷ് വിക്ടിംസ് ഫാമിലി അസോസിയേഷൻ പ്രസിഡന്റ് മുഹമ്മദ് ബീരി, വൈസ് പ്രസിഡന്റ് നാരായണൻ, സെക്രട്ടറി ജയസിംഹ ഷെട്ടി, ട്രഷറർ അബ്ദുൽ റസാഖ്, ജോയിന്റ് സെക്രട്ടറി അബ്ദുൽ ബാസിദ്, ലീഗൽ അഡ്വൈസർ വരദരാജ് കയ്യങ്കാൽ, ഓർഗനൈസർമാരായ അബ്ദുൽ റഹിമാൻ, ഡോക്ടർ മായബു ബേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
വസ്ത്രക്കടയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരി മഖാമിൽ ചെന്ന് പ്രാർത്ഥന നടത്തിയതിന്റെ പേരിൽ കാസർഗോഡ് പെർളയിൽ കടയിൽ അതിക്രമിച്ചു കയറി വ്യാപാരികളെ ക്രൂരമായി ആക്രമിക്കുകയും പണം പിടിച്ചുപറിക്കുകയും ചെയ്തതായി പരാതി. സംഭവത്തിൽ 3 പേർക്കെതിരെ ബദിയടുക്ക പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. വിഷയവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ വർഗീയ പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നതായുള്ള ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. വസ്ത്രക്കടയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരി മഖാമിൽ ചെന്ന് പ്രാർത്ഥന നടത്തിയതിന്റെ പേരിൽ കാസർഗോഡ് പെർളയിൽ കടയിൽ അതിക്രമിച്ചു കയറി വ്യാപാരികളായ ബട്ടമ്പാടി സ്വദേശി KM മുഹമ്മദ് അഷ്റഫ്, ഗോളിത്തടുക്കയിലെ ഉദനേശ്വര എന്നിവരെ ആക്രമിക്കുകയും പണം പിടിച്ചുപറിക്കുകയും ചെയ്തതായാണ് പരാതി. അഷ്റഫ് ആശുപത്രിയിൽ വെച്ച് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ബദിയടുക്ക പോലീസ് 3 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. ചൊവ്വാഴ്ച വൈകിട്ട് 5:30 പെർള ടൗണിൽ ഉദനേശ്വരൻ അഷ്റഫുമായി സംസാരിച്ചു കൊണ്ടിരിക്കെയായിരുന്നു അപ്രതീക്ഷിതമായ ആക്രമണമുണ്ടായതെന്നാണ് പറയുന്നത്. പ്രതികൾ ഉദനേശ്വരനെ ക്രൂരമായി ആക്രമിക്കുന്നത് കണ്ട് തടയാൻ ശ്രമിച്ചപ്പോഴാണ് കൂടെയുണ്ടായിരുന്ന അഷ്റഫിനെയും സംഘം മാരകായുധങ്ങളുമായി ആക്രമിച്ചത്. കടുത്ത രീതിയിൽ പരിക്കേറ്റ 2 വ്യാപാരികളെയും ഉടൻ തന്നെ ചെങ്കള സഹകരണ ആശുപത്രിയിൽ അടിയന്തര ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു. ഉദനേശ്വരനും അഷ്റഫും പെർള ടൗണിൽ തുണിക്കട നടത്തുന്ന വ്യാപാരികളാണ്. ഉദനേശ്വരന്റെ കടയിലെ വനിതാ ജീവനക്കാരി തന്റെ വീട്ടിലെ ചില അനിഷ്ട സംഭവങ്ങളും കടുത്ത ജീവിത പ്രയാസങ്ങളും കടയുടമയായ ഉദനേശ്വരനോട് പറഞ്ഞിരുന്നു. ഈ സമയത്ത് ബന്ദടുക്കയിലെ പ്രശസ്തമായ മഖാമിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ ഇത്തരം തടസ്സങ്ങൾ മാറിക്കിട്ടുമെന്നും തനിക്ക് മുൻപ് അത്തരം നല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും ഉദനേശ്വരൻ ജീവനക്കാരിയോട് വ്യക്തിപരമായ വിശ്വാസത്തിന്റെ പുറത്ത് പറയുകയുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജീവനക്കാരി മഖാമിലെത്തി പ്രത്യേക പ്രാർത്ഥന നടത്തിയതാണ് പ്രതികളെ പ്രകോപിപ്പിച്ചതെന്നാണ് വിവരം. തുണിക്കടയിലേക്ക് അതിക്രമിച്ചെത്തിയ പ്രതികൾ വ്യാപാരികളെ കൊല്ലുമെന്ന് പരസ്യമായി ഭീഷണിപ്പെടുത്തിയതായും മാരകായുധമായ ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് ക്രൂരമായി ആക്രമിച്ചതായും പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. കൈകൊണ്ടും മാരകമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചുവെന്നും അക്രമത്തിനിടെ അഷ്റഫിന്റെ കൈവശമുണ്ടായിരുന്ന 65,000 രൂപയോളം നഷ്ടപ്പെടുവാനിടയാക്കിയെന്നും പോലീസിന് നൽകിയ മൊഴിയിൽ വ്യാപാരികൾ വ്യക്തമാക്കുന്നു. ഗണേശൻ, അവിനാശ്, കണ്ടാലറിയാവുന്ന മറ്റൊരു വ്യക്തി എന്നിവർക്കെതിരെയാണ് പോലീസ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകളായ 126, 115-2, 118-1, 351, 324-2 എന്നിവയ്ക്കൊപ്പം 3-5 വകുപ്പും ചേർത്താണ് ബദിയടുക്ക പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതേസമയം ആക്രമണത്തിൽ തനിക്കും പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് കാണിച്ച് പ്രതിപ്പട്ടികയിലുള്ള അവിനാശ് കർണാടക പുത്തൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിനിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വർഗീയ പോസ്റ്റുകളും അനാവശ്യ സന്ദേശങ്ങളും ചിലർ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നതായി പരിക്കേറ്റ വ്യാപാരികൾ ആശങ്കയോടെ പറയുന്നു. പ്രദേശത്തെ സമാധാനാന്തരീക്ഷം തകർക്കുവാൻ ശ്രമിക്കുന്ന ഇത്തരം വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കെതിരെയും സൈബർ സെല്ലിന്റെ സഹായത്തോടെ ബദിയടുക്ക പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെർക്കള ജാൽസൂർ അന്തർസംസ്ഥാന പാത 4 വരിയാക്കി വികസിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ജില്ലയെ കർണാടകത്തിലെ സുള്യ, ജാൽസൂർ മേഖലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡായിട്ടും 1/4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും വീതി പോലും കൂട്ടിയിട്ടില്ല. 1ാം ഘട്ടത്തിൽ ചെർക്കള മുതൽ മുള്ളേരിയ വരെയെങ്കിലും വീതി കൂട്ടി ഗതാഗതം ഒരുക്കണമെന്നാണ് പൊതുവിൽ ഉയരുന്ന ആവശ്യം. ബോവിക്കാനം, കുറ്റിക്കോൽ, മുള്ളേരിയ കുമ്പള, മുള്ളേരിയ കിന്നിങ്കാർ, പടിയത്തടുക്ക പാണ്ടി, കൊട്ടിയാടി അടൂർ, കൊട്ടിയാടി ദേലമ്പാടി, ഈശ്വരമംഗല തുടങ്ങിയ പല പാതകളും പോകുന്ന കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാതയാണ് ചെർക്കള ജാൽസൂർ അന്തർസംസ്ഥാന പാത. ഇത്രയും പാതകളിലേക്കുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നതിനാൽ വലിയ ഗതാഗത തിരക്ക് അനുഭവപ്പെടുന്ന പാത കൂടിയാണിത്. ബോവിക്കാനം, മുള്ളേരിയ തുടങ്ങിയ പ്രധാന ടൗണുകളും ഈ പാതയിൽ തന്നെയാണ്. ചെർക്കള മുതൽ ദേശീയപാത 66 ചെർക്കളയിൽ ബന്ധിപ്പിക്കുന്ന സംസ്ഥാന പാത മുള്ളേരിയ, ആദൂർ, ഗാളിമുഖ, പഞ്ചിക്കൽ വഴി പുത്തൂർ, മടിക്കേരി ഹൈവേയെ ബന്ധിപ്പിക്കുന്നതാണ്. മലയോര മേഖലയിലെ ആയിരക്കണക്കിന് ജനങ്ങളുടെ ദൈനംദിന യാത്ര, കാർഷിക ഉൽപ്പന്ന ഗതാഗതം, വ്യാപാര ആവശ്യങ്ങൾ എന്നിവയ്ക്ക് പ്രധാന ആശ്രയമായ ഈ റോഡ് വർഷങ്ങളായി വികസനമില്ലാതെ തുടരുകയാണ്. കർണാടക ഭാഗത്തേക്കുള്ള ചരക്ക് ലോറികൾ, സ്വകാര്യ ബസ്സുകൾ, ടൂറിസ്റ്റ് വാഹനങ്ങൾ, സ്കൂൾ വാഹനങ്ങൾ എന്നിവ ഉൾപ്പെടെ ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. പല ഭാഗങ്ങളിലും റോഡിന്റെ വീതി കുറവായതിനാൽ 2 വലിയ വാഹനങ്ങൾ തമ്മിൽ കടന്നു പോകാൻ പോലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ചെർക്കള, പൗവൽ, ബോവിക്കാനം, മുള്ളേരിയ ടൗൺ എന്നിവിടങ്ങളിൽ രാവിലെയും വൈകിട്ടും ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നു. വളവുകൾ കൂടുതലുള്ള പാതയിൽ അപകടം കൂടുതലാണ്. KK പുറം, കോട്ടൂർ വളവ്, വണ്ണാച്ചടവ്, പൂവടുക്ക വളവ്, മുള്ളേരിയ ടൗണിന് സമീപം തുടങ്ങിയ ഇടങ്ങളിൽ അപകടം സാധാരണമാണ്.
ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലകളിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുന്നതിന് ചെർക്കള ജാൽസൂർ റോഡ് നിർണായകമാണ്. ഇത്തരം സാഹചര്യത്തിൽ റോഡിന്റെ ഇരുവശങ്ങളിലുമായി സുരക്ഷാ മതിലുകൾ, ഡ്രെയിനേജ് സംവിധാനം, ബസ് ബേകൾ എന്നിവ ഉൾപ്പെടുത്തി 4 വരി പാതയായി വികസിപ്പിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. പ്രധാനമായും ചെർക്കള മുതൽ മുള്ളേരിയ വരെയുള്ള 17 കിലോമീറ്റർ ഭാഗമാണ് വികസിപ്പിക്കേണ്ടതെന്നാണ് പ്രധാനമായും ഉയരുന്ന ആവശ്യം. നിലവിലുള്ള റോഡിന് ഇരുവശത്തും ആവശ്യത്തിന് സ്ഥലമുള്ളതിനാൽ റോഡ് വീതി കൂട്ടാൻ പ്രായോഗിക ബുദ്ധിമുട്ടില്ല. മുള്ളേരിയ മുതൽ പടിയത്തടുക്ക വരെ 6 കിലോമീറ്റർ മലയോര ഹൈവേയുടെ ഭാഗമായി വികസിപ്പിച്ചിരുന്നു. പടിയത്തടുക്ക മുതൽ കൊട്ടിയാടി വരെ അതേ വീതിയിൽ വികസിപ്പിക്കുകയും ബാക്കി വരുന്ന ജാൽസൂർ വരെയുള്ള ഭാഗങ്ങൾ വനമേഖലയിലൂടെ വരുന്നതിനാൽ നിലവിലുള്ള റോഡ് അരികെ കോൺക്രീറ്റ് ചെയ്ത് വീതി കൂട്ടിയാൽ ഗതാഗതം സുഗമമാക്കുമെന്നും ഇതുമായി ബന്ധപ്പെട്ട് വിദഗ്ധർ വ്യക്തമാക്കുന്നു. കുടക്, മൈസൂർ, സുബ്രഹ്മണ്യ, സുള്ളിയ തുടങ്ങിയ ഇടങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ക്ഷേത്രങ്ങളിലേക്കും കേരളത്തിൽ നിന്ന് പോകുന്ന നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന റോഡാണ്. 4 വരി വികസനം നടപ്പായാൽ ടൂറിസം മേഖലയുടെ മുന്നേറ്റത്തിനും ഇത് ഇടയാക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ പേക്കടത്ത് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഓട്ടോറിക്ഷ കുത്തിക്കീറി നശിപ്പിച്ചു. പേക്കടം കുറുവാപ്പള്ളി അറക്ക് സമീപത്തെ എം രാജീവിന്റെ വീട്ടിലെ ഷെഡിൽ നിർത്തിയിട്ട ഓട്ടോയ്ക്ക് നേരെയാണ് അതിക്രമമുണ്ടായത്. ഓട്ടോയുടെ ടോപ്പ് പൂർണ്ണമായും കുത്തിക്കീറി നശിപ്പിച്ച നിലയിലാണ്. ടയറിലെ കാറ്റഴിച്ചു വിടുകയും ചെയ്തു. പുലർച്ചെയാണ് സംഭവം വീട്ടുകാർ അറിയുന്നത്. രാത്രി 11 കഴിഞ്ഞാണ് രാജീവൻ ഉറങ്ങിയത്. അതിനുശേഷമാണ് ഓട്ടോറിക്ഷയ്ക്ക് നേരെ അതിക്രമം നടന്നത്. കത്തിയോ ബ്ലേഡോ ഉപയോഗിച്ച് കുത്തിക്കീറിയ നിലയിലാണ് ഓട്ടോയുള്ളത്. രാജീവിന്റെ പരാതിയെ തുടർന്ന് ചന്ദേര പോലീസ് സ്ഥലത്തെത്തി. പേക്കടത്ത് വീട്ടിൽ നിർത്തിയിട്ട ഓട്ടോറിക്ഷ കുത്തിക്കീറി നശിപ്പിച്ച സംഭവത്തിൽ തൃക്കരിപ്പൂർ സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ പ്രതിഷേധിച്ചു. ഉത്തരവാദികളായവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് കൺവീനർ സിദ്ദുലാൽ IT, വൈസ് ചെയർമാൻ M ഷംസീർ, ട്രഷറർ PV ജയദേവൻ എന്നിവർ പോലീസിനോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. KSW MP ഫണ്ട് ഉപയോഗപ്പെടുത്തി കാസർഗോഡ് നഗരസഭയിലെ പൊതു ഇടങ്ങളിൽ വരച്ച ശുചിത്വ സന്ദേശ ചുവർച്ചിത്രങ്ങൾ അനാച്ഛാദനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം അനാച്ഛാദനം നിർവഹിച്ചു. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നം അഭിമുഖീകരിക്കുന്നത് മാലിന്യ പ്രശ്നമാണ്. അപ്പോൾ നഗരത്തിനെ കൂടുതൽ സൗന്ദര്യവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തി മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അത് എല്ലാവരും, പിന്നെ വ്യാപാരികളും അതുപോലെ തന്നെ പൊതുജനങ്ങളൊക്കെ സഹകരിച്ചാൽ ഒരുപാട് നല്ലൊരു മാറ്റങ്ങൾ നമ്മുടെ നഗരത്തിന് കൊണ്ടുവരാൻ സാധിക്കും. അതിനെല്ലാവരും സഹകരിക്കണമെന്ന് ഈ ഒരു സമയത്ത് അഭ്യർത്ഥിക്കുകയാണ്. നഗരസഭ വൈസ് ചെയർമാൻ KM ഹനീഫ് അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഹമീദ് ബെദിര, ജാഫർ കമാൽ, വിദ്യാശ്രീ, വാർഡ് കൗൺസിലർ രാമകൃഷ്ണ ഹൊള്ള, നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ഇൻചാർജ് ബിജു, KSW MP സോഷ്യൽ എക്സ്പേർട്ട് സൂരജ് KV, SWM എഞ്ചിനീയർ നീതു റാം തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മെഹറുന്നിസ ഹമീദ് സ്വാഗതവും നഗരസഭാ സെക്രട്ടറി ഷാജു നന്ദിയും പറഞ്ഞു. നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ശുചീകരണ വിഭാഗം തൊഴിലാളികൾ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം കുഞ്ചത്തൂരിലെ ഇന്റർലോക്ക് പാകിയ ദേശീയപാത സർവീസ് റോഡിന്റെ നടപ്പാത മാലിന്യ കൂമ്പാരമായി മാറി. നാട്ടുകാർക്ക് നടന്നുപോകാൻ സൗകര്യമൊരുക്കാൻ ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച പാതയിലാണ് ഇപ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റ് അവശിഷ്ടങ്ങളും കുന്നുകൂടി കിടക്കുന്നത്. മാലിന്യം തള്ളുന്നത് തടയുന്നതിനായി പഞ്ചായത്ത് അധികൃതർ കർശന നിർദ്ദേശം നൽകുകയും പ്രദേശം വൃത്തിയാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അധികൃതരുടെ മുന്നറിയിപ്പും പൊതുജനങ്ങളുടെ ഉത്തരവാദിത്തബോധവും കാറ്റിൽ പറത്തിക്കൊണ്ട് വീണ്ടും ഇവിടെ മാലിന്യങ്ങൾ തള്ളുകയാണ്. പാതയോരത്ത് തള്ളിയ മാലിന്യങ്ങൾ തെരുവുനായ്ക്കൾ കടിച്ചുകീറി റോഡിലാകെ വിതറുന്നത് യാത്രക്കാർക്ക് വലിയ ദുരിതമാണ് സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ മാലിന്യങ്ങൾ നനഞ്ഞു കുതിർന്ന് അതിരൂക്ഷമായ ദുർഗന്ധമാണ് വമിക്കുന്നത്. മൂക്കുപൊത്തി മാത്രമേ ഇതുവഴി നടക്കാൻ സാധിക്കൂ എന്ന അവസ്ഥയാണ്. റോഡിന് സമീപത്തുള്ള ഫ്ളാറ്റുകളിലും അപ്പാർട്ട്മെന്റുകളിലും മാലിന്യ സംസ്കരണത്തിന് കൃത്യമായ സംവിധാനമില്ലാത്തതാണ് പ്രശ്നം രൂക്ഷമാക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. രാത്രിയുടെ മറവിലോ പുലർച്ചെയോ ചിലർ മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടിടുന്നതെന്നാണ് പരാതി. മഴക്കാലം ആരംഭിച്ചതോടെ മാലിന്യങ്ങൾക്കിടയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് കോളറ, ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾക്ക് കാരണമാകുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. മഞ്ചേശ്വരം പഞ്ചായത്ത് അധികൃതർ വെറും താക്കീതുകൾ നൽകി പിന്മാറാതെ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും
മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. പൊതുസ്ഥലം മാലിന്യ നിക്ഷേപ കേന്ദ്രമാക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ ഇനിയെങ്കിലും തയ്യാറാകുമോ എന്നാണ് പ്രദേശവാസികളുടെ ചോദ്യം. മാലിന്യമാണ് ഈ മഞ്ചേശ്വരത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇതുവരെ ഇതിനൊരു പരിഹാരമായിട്ടില്ല. ഉള്ള റോഡ് സൈഡിൽ ഫുട്പാത്തിലെല്ലാം കാണുന്നത് മാലിന്യത്തിൻ്റെ കൂമ്പാരം. ഫ്ലാറ്റുകാർ, പുരക്കാർ ഈ രാത്രി സുബൈ നേരത്തെല്ലാം കൊണ്ടുവന്നിട്ട് റോഡ് സൈഡിലാണ് എറിയുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് കാണണം. ഇല്ലെങ്കിൽ ഇപ്പോൾ മഴക്കാലം തുടങ്ങാൻ പോകുന്നു. ഇതിന് പനി ഇതെല്ലാം വന്നിട്ട് ഇനി മനുഷ്യന്മാർ ആകെ ബുദ്ധിമുട്ടുന്നതിന് മുമ്പ് ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് കാണേണ്ടതാണ് ആവശ്യം. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. രംഗശങ്കര ബംഗളൂരുവിന്റെ 4 ദിവസം നീണ്ടുനിൽക്കുന്ന കന്നഡ നാടകോത്സവത്തിന് തുടക്കമായി. കാസർഗോഡ് തിയേറ്ററിക് സൊസൈറ്റി, സവാക് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി എന്നിവയുടെ സഹകരണത്തോടെ കാസർഗോഡ് പുലിക്കുന്ന് മുനിസിപ്പൽ ടൗണിലാണ് നാടകോത്സവം നടക്കുന്നത്. രംഗശങ്കര ബംഗളൂരു, കാസർഗോഡ് തിയേറ്ററിക് സൊസൈറ്റിയും സവാക് കാസർഗോഡുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന കന്നഡ നാടകോത്സവത്തിന് കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ തുടക്കമായി. 4 ദിവസം നീണ്ടുനിൽക്കുന്ന നാടകത്തിൽ ഇന്നലെ സുനഷേപ എന്ന നാടകമാണ് അരങ്ങിലെത്തിയത്. ചലച്ചിത്ര സംവിധായകനും ദേശീയ അവാർഡ് ജേതാവുമായ ഫാറൂഖ് അബ്ദുൾ റഹ്മാൻ തങ്കിക്കൊട്ടി നാടകോത്സവം ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ അച്ഛന്മാരെ പോലും ചീത്ത പറയുന്ന മക്കളുള്ള കാലമാണ്. ഇതിനൊന്നും പോണ്ട എന്ന് പറയുന്ന ഒരു കാലത്ത് ഇത്രയെങ്കിലും ആളുകൾ നാടകം കാണാനും അത് ആസ്വദിക്കാനും ഇവിടെ എത്തിയല്ലോ എന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. കാരണം വളരെ അപൂർവമായി കൊണ്ടിരിക്കുന്ന ഒരു സിനിമ, നാടകം മാത്രമല്ല സിനിമയ്ക്കും അതെ, ഈ നമുക്ക് വേണ്ടാത്തതാണ് എന്ന് തോന്നുന്ന അതിലാണ് ആളുകൾ ഏറ്റവും കൂടുതൽ. പൊരുവയിൽ ഇവിടെ നിന്ന് ഒരുപാട് ആളുകളുടെ സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ അവരുടെ വേദനയും വ്യതയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ പൊരുവയിൽ ഉണ്ടാക്കിയത്. പൊരുവയിൽ എന്ന സിനിമ എന്ന നിലയ്ക്ക് പരാജയമല്ല, പക്ഷേ ബോക്സ് ഓഫീസിൽ അത് പരാജയമായി. അപ്പോൾ നല്ലത് കാണാതെ പോയ ഒരു വലിയ ജനസമൂഹത്തിനാണ്, ഇപ്പം അങ്ങനെയാണല്ലോ, നല്ലത് പലതും കാണാതെ പോവുക എന്നുള്ളതാണ് ജനങ്ങളുടെ ഒരു സിസ്റ്റം. അങ്ങനെ കാണാതെ പോയ ആ ജനത്തിന് മാത്രമാണ് സിനിമ നഷ്ടമായത്. പഴയകാല നാടക നടൻ സുബ്ബണ്ണ ഷെട്ടി അധ്യക്ഷത വഹിച്ചു. ഉമേഷ് എം സാലിയൻ സ്വാഗതം പറഞ്ഞു. നഗരസഭാംഗം മധുകര, അഡ്വക്കേറ്റ് TV ഗംഗാധരൻ, TA ഷാഫി, ജീൻ ലെവിനോ മൊന്തേര, രാധാകൃഷ്ണൻ ഉളിയത്തെടുക്ക, ഗംഗാധര MM, മുദ്ദണ്ണ റെട്ടഹള്ളി, പ്രൊഫസർ നരേന്ദ്രൻ, രവീന്ദ്രൻ പാടി, ദിവാകർ അശോക് നഗർ, ദയപ്രസാദ്, ജയന്തി സുവർണ എന്നിവർ സംബന്ധിച്ചു. ഇന്ന് ബഹുമുഖി എന്ന നാടകം അരങ്ങേറും. സവാക് ജില്ലാ പ്രസിഡന്റ് ഉമേഷ് M സാലിയാന്റെ ഷഷ്ടിപൂർത്തിയുടെ ഭാഗമായി ചടങ്ങിൽ കേക്ക് മുറിച്ച് ആഘോഷിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. പ്രിയദർശിനി മന്ദിരത്തിൽ നടന്ന പരിപാടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV വിജയൻ ഉദ്ഘാടനം ചെയ്തു. പോരാട്ടങ്ങളിൽ നാടിൻ യുവതയെ ചേർത്ത് പിടിക്കാൻ വോട്ടവകാശം 18ആക്കി IT വിപ്ലവം ഗ്രാമസ്വരാജ് രാജ്യത്ത് ഇന്ന് കാണുന്ന IT സാങ്കേതിക വിദ്യ പരിജ്ഞാനത്തിനായി യത്നിച്ച മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണം നടത്തി. തൃക്കരിപ്പൂർ പ്രിയദർശിനി മന്ദിരത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന അനുസ്മരണ യോഗം തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV വിജയൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് VM ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ PV കണ്ണൻ മാസ്റ്റർ, K ശ്രീധരൻ മാസ്റ്റർ, M രജീഷ് ബാബു, KP ദിനേശൻ, K ശശി, സുനിത രവി, T സുരേശൻ, K അശോകൻ, KNC ഇബ്രാഹിം, ശ്രീധരൻ കഞ്ചിയിൽ, TV ആനന്ദകൃഷ്ണൻ, V മനോഹരൻ, N ചന്ദ്രൻ, PP ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേരയിൽ പദ്ധതി റദ്ദ് ചെയ്ത UDF സർക്കാർ നടപടിയെ തുടർന്ന് മഞ്ഞക്കുറ്റി പിഴുതെടുത്ത് കോൺഗ്രസിന്റെ അഭിവാദ്യം അർപ്പിക്കൽ. പടന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഉദിനൂർ റെയിൽവേ ഗേറ്റ് പരിസരത്ത് മഞ്ഞക്കുറ്റി പറിച്ചെറിഞ്ഞത്.
കേരളത്തെ പാരിസ്ഥിതികമായും സാമ്പത്തികമായും നശിപ്പിക്കുന്ന വിനാശകരമായ കേരയിൽ പദ്ധതി റദ്ദ് ചെയ്ത കേരള സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർ മഞ്ഞക്കുറ്റി പിഴുതുമാറ്റിയത്. പടന്ന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉദിനൂർ റെയിൽവേ ഗേറ്റ് പരിസരത്തു നിന്നും പ്രകടനമായെത്തിയാണ് കേരയിൽ കുറ്റി പറിച്ചത്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി അനിൽകുമാർ, ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KV ജതീന്ദ്രൻ, തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി AG കമറുദ്ദീൻ, വൈസ് പ്രസിഡന്റ് PK താജുദ്ദീൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് T രതില, PV അനിൽകുമാർ, K ഫിറോസ്, P രവീന്ദ്രൻ നായർ, KP ജയദേവൻ, C സുരേഷ്, PP കുഞ്ഞികൃഷ്ണൻ, MV പ്രദീപ്, K അജിത, V ബാബുരാജ്, V ജയരാജൻ, K അനീഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. നിപ്പ രോഗികളെ പരിചരിക്കുന്നതിനിടയിൽ നിപ്പ രോഗം ബാധിച്ചു മരിച്ച സിസ്റ്റർ ലിനിയുടെ 8ാം ചരമവാർഷികം KGNA ലിനി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ആചരിച്ചു. മുനിസിപ്പൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് മുറിയാനാവി അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. നിപ്പ രോഗികളെ പരിചരിക്കുന്നതിനിടയിൽ നിപ്പ രോഗം ബാധിച്ചു മരിച്ച സിസ്റ്റർ ലിനിയുടെ 8ാം ചരമവാർഷികം KGNA ലിനി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിയിൽ ആചരിച്ചു. മുനിസിപ്പൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് മുറിയനാവി അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. അത്ര വിരളമായി മാത്രം റിപ്പോർട്ട് ചെയ്ത ഒരു രോഗം, അത് നേരിടാൻ തയ്യാറായ ഒരു സഹോദരിയെയാണ് നാം ഇന്ന് അനുസ്മരിക്കുന്നത്. അന്ന് ആ സഹോദരിക്ക് വേണമെങ്കിൽ അന്ന് ആ ഡ്യൂട്ടിയിൽ നിന്ന് മാറി നിൽക്കാമായിരുന്നു, അല്ലേ? പല കാരണങ്ങളും പറഞ്ഞ് മാറി നിൽക്കാമായിരുന്നു. പക്ഷേ നല്ല മനസ്സാക്ഷിയുള്ള, കരുണ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു സിസ്റ്ററായിരുന്നു ലിനി സിസ്റ്റർ. സിസ്റ്റർമാർക്ക് തന്നെ മാലാഖമാരെന്ന പേര് പോലും ചാർത്തപ്പെടാൻ സാഹചര്യം ഒരുക്കിയ ഒരു വ്യക്തിത്വം, അല്ലേ? അതിന് പിന്നെയാണ് സിസ്റ്റർമാരെ മാലാഖമാർ, സ്വർഗത്തിൽ മാത്രമാണ് മാലാഖമാരുള്ളൂ എന്നാണ് നമ്മളെ വിശ്വാസം. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ MP ജീജ അനുസ്മരണ പ്രഭാഷണം നടത്തി. KGNA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PV പവിത്രൻ, ജില്ലാ ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് ലളിതാംബിക എന്നിവർ സംസാരിച്ചു. ജില്ലാ ആശുപത്രി സാന്ത്വന പരിചരണ യൂണിറ്റിനും പ്രസവ വാർഡിലെ നിർധന രോഗികൾക്കു വേണ്ടിയുള്ള ഡ്രസ്സുകൾ വിതരണം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് KK ജലജ അധ്യക്ഷയായി. ജില്ലാ സെക്രട്ടറി PP അമ്പിളി സ്വാഗതവും കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി T സ്വാതി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തൃക്കണ്ണാട് കടപ്പുറത്തെ കടലേറ്റം തടയാൻ അരക്കോടി മുടക്കി കരിങ്കല്ലുകൾ നിരത്തുന്നു. നിലവിൽ കരിങ്കൽ ഭിത്തിയുള്ള തെക്കേ ഭാഗത്തു നിന്നും വടക്കേ ഭാഗത്തേക്കുള്ള 128 മീറ്റർ നീളത്തിലാണ് വലിയ കരിങ്കല്ലുകൾ നിരത്തുന്നത്. തൃക്കണ്ണാട് കടപ്പുറത്തെ കടലേറ്റം തടയാൻ അരക്കോടി മുടക്കി കരിങ്കല്ലുകൾ നിരത്തുന്നു. നിലവിൽ കരിങ്കൽ ഭിത്തിയുള്ള തെക്കേ ഭാഗത്തു നിന്നും വടക്കേ ഭാഗത്തേക്കുള്ള 128 മീറ്റർ നീളത്തിലാണ് വലിയ കരിങ്കല്ലുകൾ നിരത്തുന്നത്. തൃക്കണ്ണാട് പ്രശ്നബാധിതമായ തീരം 140 മീറ്ററാണ്. അത്രയും പ്രദേശം സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചു. തൃക്കണ്ണാട് ക്ഷേത്രത്തിന് മുൻപിൽ നിന്നും കടലിലേക്ക് ഇറങ്ങാനും മീൻപിടുത്ത തൊഴിലാളികൾക്ക് തോണികൾ കയറ്റാനും ഇറക്കാനുമായി 15 മുതൽ 20 മീറ്റർ വരെ വീതിയിൽ തീരത്ത് മണ്ണിനടിയിൽ മാത്രം കല്ല് നിരത്തും. ഈ ഭാഗത്ത് ഭൂമി നിരപ്പ് മുകളിലേക്ക് കല്ല് നിരത്തേണ്ടതില്ലെന്നും ധാരണയായിട്ടുണ്ട്. കടൽ തീരത്തിനടിയിലും മുകളിലുമായി 3.5 മീറ്റർ കല്ല് നിരത്തുന്നതിനാണ് കരാറായിരിക്കുന്നത്. ഒരു കല്ലിന് 300 മുതൽ 1000 കിലോ വരെ തൂക്കമുള്ള വലിയ തരം കല്ലുകളാവണം ഉപയോഗിക്കേണ്ടത്. മൊത്തം 3708.88 മെട്രിക് ടൺ കരിങ്കല്ലുകൾ നിരത്താൻ 50 ലക്ഷമാണ് അടങ്കൽ.
ഉടൻ ജോലികൾ തുടങ്ങി മഴക്കാലത്തിന് മുൻപ് പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം. ജലസേചന വകുപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഈ പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കാൻ വകുപ്പ് തല ഉദ്യോഗസ്ഥർ നാട്ടുകാരുടെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും യോഗം വിളിച്ചിരുന്നു. യോഗത്തിൽ ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പുറമെ പഞ്ചായത്ത് പ്രസിഡന്റ് PV രാജേന്ദ്രൻ, വാർഡ് മെമ്പർ ശംഭു ബേക്കൽ, കോട്ടിക്കുളം കുറുമ്പ ഭഗവതി ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് VR വിദ്യാസാഗർ, സെക്രട്ടറി ഭാർഗവൻ കോട്ടിക്കുളം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേന്ദ്ര സർക്കാരിന്റെ ഇന്ധനവില വർധനവിനെതിരെ ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പെട്രോൾ, ഡീസൽ, പാചകവാതക സിലിണ്ടർ, CNG എന്നിവയുടെ വില ക്രമാതീതമായി വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. കേന്ദ്ര സർക്കാരിന്റെ ഇന്ധന വില വർധനവിനെതിരെ ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU കാഞ്ഞങ്ങാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പെട്രോൾ, ഡീസൽ, പാചകവാതക സിലിണ്ടർ, CNG എന്നിവയുടെ വില ക്രമാതീതമായി വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. ജില്ലാ പ്രസിഡന്റ് PA റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. കോൺഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. ബംഗാളിൽ അവർക്ക് ഭരണം കിട്ടി, പല സ്ഥലങ്ങളിലും സീറ്റ് വർദ്ധിച്ചു, കേരളത്തിൽ 3 സീറ്റ് കിട്ടി. സ്വാഭാവികമായും ജനവിരുദ്ധ നയങ്ങൾക്ക് അംഗീകാരമുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ 3 റുപ്യ പ്രഖ്യാപനം. ഒരാഴ്ചയിൽ 2 തവണയിൽ വർദ്ധിപ്പിച്ചത്. പെട്രോളിനും ഡീസലിനും 3 റുപ്യ കൂട്ടി, CNGക്ക് 2 റുപ്യ കൂട്ടി. 2 ദിവസം കഴിയുമ്പോൾ ചൊവ്വാഴ്ച 90 പൈസ വീണ്ടും കൂട്ടി. പ്രിയപ്പെട്ടവരെ, ലക്ഷ്യം 15 റുപ്യയാണ്. എണ്ണ കമ്പനികൾ ആവശ്യപ്പെട്ടത് 15 റുപ്യ ലിറ്ററിന് മേലെ ഘട്ടം ഘട്ടമായി 15 റുപ്യ വർദ്ധിപ്പിക്കുമെന്നാണ് ഇപ്പോൾ ഇന്നലെ കിട്ടിയ വിവരം. അവർ വർദ്ധിപ്പിക്കും. ആ വർദ്ധിപ്പിക്കുന്നതിന് ഉദ്ദേശം എന്ന് പറയുന്നത് എണ്ണ കമ്പനികളെ സഹായിക്കാൻ. അംബാനി, അദാനിയാണ് ഇവർ തലത്തപ്പന്മാർ. അവരാണ് എണ്ണ വ്യവസായത്തിന്റെ 40-45% ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. IOC, HBC, അതുമായി ബന്ധപ്പെട്ട BPC എല്ലാം ഔട്ടാണ്, പുറത്താണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് രാജ്യത്തെ ഏതാനും സമ്പന്ന മുതലാളിമാർക്ക് ജനങ്ങൾ കൊള്ളയടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കമാണെന്ന കാര്യം നമ്മൾ കണ്ടുകൊള്ളണം. ഇത് ഇന്നൊന്നും തുടങ്ങിയതല്ലോ, നമ്മൾ എത്രയോ കാലമായി പറയല്ലേ. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളാണ് സാധാരണ ജനങ്ങളെയും തൊഴിലാളി സമൂഹത്തെയും ദുരിതത്തിലാക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇന്ധന വില വർധനവ് മൂലം ഓട്ടോ തൊഴിലാളികൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്നും വില വർധന പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് കാറ്റാടി കുമാരൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ P കൃഷ്ണൻ, KT ലോഹിതാക്ഷൻ, P സുഭാഷ്, M പൊക്ലൻ, P രാഘവൻ, OV രവീന്ദ്രൻ, P സതീശൻ, നാരായണൻ, ബൈജു എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി K ഉണ്ണിനായർ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഗ്രാമീണ പാരമ്പര്യത്തിന്റെ നിറക്കാഴ്ചയായി പൂക്കാർ സംഘം. മടിയൻ കൂലോത്ത് കലശത്തിനായി കലശത്തട്ടൊരുക്കുന്നതിനായുള്ള പൂക്കുലകളുടെയും പൂക്കളുടെയും ശേഖരണ യാത്ര ആചാരം തെറ്റിക്കാതെ വാഴക്കോട് കോറടക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെത്തി. മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ കലശത്തിനായി കലശത്തൊട്ടൊരുക്കുന്നതിനായുള്ള പൂക്കുലകളുടെയും പൂക്കളുടെയും ശേഖരണ യാത്ര ആചാരം തെറ്റിക്കാതെ വാഴക്കോട് കൊട്ടർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെത്തി. കിഴക്കുങ്കര കളരിക്കാൽ തറവാടിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം പൂക്കാർ സംഘം പുറപ്പെട്ടു. കാൽനടയായി ആനന്ദാശ്രമം ഇലക്ട്രിക് ഓഫീസ് മുൻവശത്ത് വെച്ച് 2 സംഘങ്ങളായി പിരിഞ്ഞു. ഇതിൽ കുമാരൻ വെളിച്ചപ്പാടനും കലശക്കാരൻ K കൃപേഷ്, കിഴക്കുങ്കര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം പ്രസിഡന്റ് ബൈജു അതിയാമ്പൂരും ബാലക്കാരും അടങ്ങുന്ന സംഘമാണ് വാഴക്കോട് പ്രദേശത്തും കലശക്കാരൻ K മധുവും ക്ഷേത്രം സെക്രട്ടറി സതീശൻ പടിഞ്ഞാറേക്കരയുടെ നേതൃത്വത്തിലുള്ള ബാലക്കാർ പർക്ലായി മുളവനൂർ ഭാഗത്തേക്കും യാത്ര തിരിക്കും. വാഴക്കോട് ഭാഗത്തേക്കുള്ള പൂക്കാർ സംഘത്തിന് നൂറ്റാണ്ടുകളായി തൈവളപ്പിൽ മൂലയ്ക്ക് വീട്ടിലാണ് കഞ്ഞിയൊരുക്കുന്നത്. ഇത് കുടിച്ച ശേഷമാണ് വാഴക്കോട് കൊട്ടർക്കാവ് ഭഗവതിയുടെ നടയിൽ എത്തുന്നത്. മടിയൻകൂലം ക്ഷേത്രപാലകന്റെ അധീനതയിലുള്ള സ്ഥലമാണ് ഈ പ്രദേശമെന്നാണ് ഐതിഹ്യം. ഇവിടെ കാവലായുള്ള ഭഗവതിയുടെ മുന്നിൽ പ്രാർത്ഥിച്ച ശേഷം കുമാരൻ വെളിച്ചപ്പാടൻ 3 പ്രാവശ്യം പൂക്കുല പറിക്കാൻ ഭഗവതിയോട് അനുവാദം ചോദിക്കും. വെള്ളത്തുകുതിയിൽ നിന്ന് അച്ഛന്മാർ സംക്രമത്തിന് കുളിച്ചിടാൻ പോകും രാവിലെ. അത് കഴിഞ്ഞ് ഇടവൻ 2-ന് കലശം തീർച്ചയാക്കും ഓരോത്തുനിന്ന് ജമക്കണിയാൻ. അത് ജമക്കണിയാൻ ഇടത്തുകുതി കളരിക്കാലേക്ക് അതിൻ്റെ മുഹൂർത്തം കൊണ്ടുവരും. ഇന്ന ദിവസം ഓരോത്തിൽ നിന്ന് പറഞ്ഞ്
ആ ഡേറ്റിന് 2 വയലേക്കാര വെട്ടയം കലശത്തിനും പെരളി കലശത്തിനും തീർച്ചയാക്കും. അവിടുന്ന് എല്ലാ അച്ഛന്മാർ, നായരച്ഛനും മൂത്തച്ഛനും ഇളയച്ഛനും പിന്നെ പൺപത്ത് കൂറിനും കേരളത്തിലെ അച്ഛന്മാരും കൂടി ഓലകൊത്തിൽ തെങ്ങിൻ്റെ മുകളിലേക്ക് കയറി ഓലകൊത്തി നടന്ന് ആ മടിയമണിയാണി യന്ത്രവൻ ആ ഓലയും കൊണ്ട് കൊട്ടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടാക്കും. ശേഷമാണ് ആചാരക്കാരൻ കല്യാണത്തെ കണ്ണന്റെ വീട്ടിലെത്തുന്നത്. ഇവരുടെ തോട്ടത്തിൽ നിന്നും ആദ്യ പൂക്കുല പറിച്ച ശേഷം പ്രദേശത്തെ മറ്റു പറമ്പിലേക്ക് പ്രവേശിക്കും. 21 പൂക്കുല 21 പറമ്പിൽ നിന്നാണ് ശേഖരിക്കുക. പൂക്കുലയ്ക്കൊപ്പം ഇളനീരും തേങ്ങയും ശേഖരിക്കും. തിരിച്ചുള്ള യാത്ര പണ്ടുകാലങ്ങളിൽ കാൽനടയായിട്ടാണ്. ഇപ്പോൾ 2 സംഘങ്ങളും വാഹനത്തിൽ കുശവൻകുന്നിൽ സംഗമിക്കും. അത് പൂക്കളുടെ മാത്രം സംഗമമല്ല, ദേശത്തിന്റെ ഐക്യവും വിശ്വാസവും ഒരുമിച്ച് ചേരുന്ന പുണ്യമുഹൂർത്തമാണ്. ശേഖരിച്ച പൂക്കുലകളും പൂക്കളും ചേർത്ത് ഇരുകൂട്ടരും ഒരുമിച്ചുള്ള ആ മടക്കയാത്ര കലശോത്സവത്തിന്റെ ആത്മാവായി ഗ്രാമഹൃദയങ്ങളിലും ഭക്തമനസ്സുകളിലും വീണ്ടും വസന്തം തീർക്കുന്നു. ഇരു സംഘങ്ങളും സന്ധ്യാനേരത്ത് കളരിക്കാൽ തറവാട്ടിലേക്ക് നടന്നു നീങ്ങും. രാത്രിയിൽ നടക്കുന്ന അകത്തെ കലശത്തിന്റെ ചാർത്താനുള്ള പൂക്കൾ രാവിലെ കെട്ടിയൊരുക്കൽ തുടങ്ങും. സന്ധ്യയോടുകൂടി മടിയൻ കൂലോത്ത് എത്തിച്ചേരും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്തെ നടുക്കിയ മംഗളൂരു വിമാന ദുരന്തം നടന്നിട്ട് ഇന്നേക്ക് 16 വർഷമാകുന്നു. സുപ്രീം കോടതിയിൽ നഷ്ടപരിഹാരം സംബന്ധിച്ച കേസിന്റെ ഫൈനൽ ഹിയറിംഗ് ആഗസ്റ്റ് അവസാനം. അനുകൂല വിധിയുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ വിക്ടിംസ് ഫാമിലി അസോസിയേഷൻ. കാസർഗോഡ് പെർളയിൽ കടയിൽ അതിക്രമിച്ചു കയറി വ്യാപാരികളെ ക്രൂരമായി ആക്രമിക്കുകയും പണം പിടിച്ചുപറിക്കുകയും ചെയ്തതായി പരാതി. 3 പേർക്കെതിരെ കേസെടുത്തു. ഗതാഗത പ്രശ്നം തീരുന്നില്ല. ചെർക്കള ജാൽസൂർ അന്തർസംസ്ഥാന പാത 4 വരിയാക്കി വികസിപ്പിക്കണമെന്ന ആവശ്യം ശക്തം. തൃക്കരിപ്പൂർ പേക്കടത്ത് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഓട്ടോറിക്ഷ കുത്തിക്കീറി നശിപ്പിച്ചു. കറുവാപ്പള്ളി അറക്ക് സമീപത്തെ എം രാജീവിന്റെ ഓട്ടോയ്ക്ക് നേരെയാണ് അതിക്രമമുണ്ടായത്. കാസർഗോഡ് നഗരസഭയിലെ പൊതു ഇടങ്ങളിൽ വരച്ച ശുചിത്വ സന്ദേശ ചുവർചിത്രങ്ങൾ അനാച്ഛാദനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം അനാച്ഛാദനം നിർവഹിച്ചു. മഞ്ചേശ്വരം കുഞ്ചത്തൂരിലെ ഇന്റർലോക്ക് പാകിയ ദേശീയപാത സർവീസ് റോഡിന്റെ നടപ്പാത മാലിന്യ കൂമ്പാരമായി മാറി. നടപടി വേണമെന്ന ആവശ്യം ശക്തം. രംഗശങ്കര ബംഗളൂരുവിന്റെ കന്നഡ നാടകോത്സവത്തിന് തുടക്കമായി. കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് 4 ദിവസം നീണ്ടു നിൽക്കുന്ന നാടകോത്സവം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.